ഇന്ന് ഡ്യൂട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി. കൂടെ കഴിക്കാനായിട്ട് നൂഡിൽസാണ്. ചെറുതായിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി. അതായത് എഗ്ഗും തക്കാളി, സവാള, കുരുമുളകൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കിയത്. നല്ല ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. കുരുമുളക് നന്നായിട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. രാവിലെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. പുറത്തുനിന്ന് മേടിക്കലാണ് പതിവ്. അതായത് ഡ്യൂട്ടിയൊക്കെ ഇല്ലാത്ത ദിവസം. ഇന്നപ്പോൾ നൂഡിൽസ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നൊന്നും മേടിക്കാൻ നിന്നില്ല. അങ്ങനെ അതുണ്ടാക്കി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കടയിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. മാന്തളായിരുന്നു, കടമാന്തൾ. അത്യാവശ്യം നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടോ. നല്ല ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനെ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. മാന്തൾ സംഭവം അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷെ മാംസം കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. പിന്നെ മസാല അടിപൊളിയായിരിക്കും. സ്ഥിരം ഉണ്ടാക്കാറുള്ള മസാലയാണ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ള. അത് അടിപൊളിയാണ്. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മാന്തൾ വാങ്ങിയത്. അത് 2 മാന്തൾ വാങ്ങി. അത്യാവശ്യം വലിപ്പമുള്ള മാന്തളായതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. ഈ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കുത്തിരി ചോറാണ്. സാധാരണ ചൂടുള്ള ചോറൊന്നും ഇപ്പോൾ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. കാരണം ഓഫീസിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ചൂടൊന്നും ഇല്ലാണ്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ് ഇങ്ങനെ ചൂടോടെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മോരുകറിയാണ്. മോരുകറി ഇന്ന് ഉണ്ടാക്കിയല്ല, ഇന്നലത്തെയാണ്. സംഭവം ഇന്നത്തേക്ക് അടിപൊളിയായിട്ടുണ്ടാവും. ആ കലത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് 1-2 ദിവസമൊക്കെ ഇരിക്കും, കൂടുതലുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം. നല്ല ചൂട് ചോറിൽ ആ മോര് ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കൂടെ മീൻ വറുത്തതും കൂടി ഉണ്ടല്ലോ, അപ്പോൾ പൊളിയായിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ പുളി കുറവാണ് കേട്ടോ ഇവിടുത്തെ മോരിന്. അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ച് അധികം ഇട്ടിട്ടുണ്ടാവും. പിന്നെ കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡ്യൂട്ടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ 2-3 തരം കറികളൊക്കെ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു തരം ഉണ്ടാക്കുള്ളൂ. ഇതിപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ നമ്മളെ മീൻ വറുത്തെടുത്തിട്ട് ഒന്ന് നമ്മളെ പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. മോരുകറി, കായുപ്പേരി, പിന്നെ മീൻ വറുത്ത്. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ആ മീൻ വറുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം ആ മോരുകറിയിൽ തന്നെ തുടങ്ങാം. ആ ഉണക്കമുളക് ഉണ്ടല്ലോ, അതിങ്ങനെ ചോറിലിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മോരുകറിയും ചോറും കൂടി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിയൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാംസം കുറച്ച് കുറവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ മാന്തൾ. പിന്നെ നല്ല ടേസ്റ്റുള്ളത് കിട്ടും. ഞങ്ങൾ കോർണിഷിൽ പോയി മേടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മാന്തൾ കിട്ടാറുണ്ട്. അത് അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. നല്ല മാംസം ഉണ്ടാവും, നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. സംഭവം അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മോരുകറിയും ചോറും അടിപൊളിയാണ്. മീൻ വറുത്താണെങ്കിലും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. ആ മസാല അടിപൊളിയാണ്. മീനും കുഴപ്പമില്ല, പക്ഷേ അത്രയും ഒരു ഫ്രഷ്നെസ് തോന്നണില്ല. എന്തായാലും ഐസിൽ കുറച്ച് കയറുന്നിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്രയും ഫ്രഷ്നെസ് ഇല്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ മാംസം കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ആ മോരുകറിയുടെ കൂടെ ചോറിലിങ്ങനെ വെച്ചിട്ട് കഴിക്കാനായിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ. വേറെ ലെവലാണ് കഴിക്കാൻ. മോരുകറിയും മീൻ വറുത്തും രക്ഷയില്ല. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടോ, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ കായുപ്പേരിയും വെള്ളരിക്കയും മീൻ വറുത്തതും എല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയുണ്ട് എല്ലാതും. മോരുകറി ആണെങ്കിലും കായുപ്പേരിയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എല്ലാതും. ആ തേങ്ങ ചമ്മന്തി ആണെങ്കിൽ ഉള്ളിയും പിന്നെ ഉണക്കമുളകൊക്കെ ചുട്ടരച്ചിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സംഭവം ഇന്നത്തെ ലഞ്ച് ഉഷാറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ തൊട്ടടുത്ത് തന്നെ ടീ ടൈമുണ്ട്, ടീ ഷോപ്പാണ്. അവിടെ പോയിട്ട് ഒരു ചായയും പിന്നെ അതുപോലെ ഒരു കേക്കും വാങ്ങി കഴിച്ചു. ഇവിടുത്തെ ഫേമസ് ഷോപ്പാണ് ടീ ടൈം. അപ്പോൾ അവിടെ പോയിട്ട് ചായ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, ബനാന കേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇന്ന് വൈകിട്ട് 1-2 സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അവിടെ കയറി ചായ കുടിക്കാൻ കയറിയാണ്. പിന്നെ ലുലുവിൽ പോകണം. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് വേണം പോകാനായിട്ട്. ഇനി ഓഫ് ഡേ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വൈകിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമുള്ള സംഭവമൊന്നുമല്ല. പിന്നെ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഓഫർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല പറ്റിയ വീട്ടിലേക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടുന്ന് മേടിക്കും. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ്സിലാണ് ലുലുവിൽ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കാനായിട്ടുണ്ട്, ഒരു 15-20 മിനിറ്റോളം നടക്കണം. അപ്പോൾ അവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ അവിടുന്ന് ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അപ്പോൾ നടക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ പോകാനാണെങ്കിലും വരാനൊക്കെ അടിപൊളിയാണ് ഇവിടെ. മെട്രോൻ്റെ ബസ്സിൽ പോകാനായിട്ട് നമുക്ക് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ലുലുവിലെത്തി. ഇനി അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ഫുഡ് കഴിക്കണം. ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലുണ്ട്, പാച്ചിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറും പിന്നെ അതുപോലെ ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബീഫ് കറി. നെയ്ച്ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബീഫ് കറി ആണല്ലോ നമ്മുടെ പ്രധാന ഫുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈസൊക്കെ അൺലിമിറ്റഡ് ആണ്. നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും നമുക്ക് റൈസ് എത്ര വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇവിടെ കയറിയത്. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ കഴിക്കാറുള്ളതാണ്. ആദ്യം എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറി. ഇനി നമുക്ക് നെയ്ച്ചോറ് കഴിച്ചാലോ. സംഭവം അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന റൈസാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടുള്ളതുകൊണ്ട് മാത്രമല്ല നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന അതുപോലെ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന നാടൻ നെയ്ച്ചോറുണ്ടല്ലോ, അതുപോലെ ഒന്നല്ല. പക്ഷേ നല്ല ജീരകശാലയുടെ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറാണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട് കൂടെ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം. ഞങ്ങൾ ഒരു ബീഫ് കറിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ 65 ഉണ്ടല്ലോ, അപ്പോൾ അതന്നെ ധാരാളമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂട് ബീഫ് കറി ആ ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചിക്കൻ 65 നല്ലൊരു പീസ് നോക്കിയിട്ട് നമ്മളെ പ്ലേറ്റിലോട്ട് വെക്കാം. ബീഫ് കറിക്ക് ഒരു പ്ലേറ്റിന് 10 റിയാലാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്കും ചിക്കൻ 65-നും 10 റിയാലാണ് കേട്ടോ. പിന്നെ കൂടെ അച്ചാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ തൈര് കുറച്ചുണ്ട്. അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ആ ചോറായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ആ ചോറും കുറച്ച് ആ ബീഫിൻ്റെ ചാറും ഒരു പീസ് ബീഫും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. കറിയാണെങ്കിലും ചോറാണെങ്കിലും നമ്മൾ സ്ഥിരം കഴിക്കുന്ന പോലെ ചോറ് ഇങ്ങനെ കുഴച്ച് കഴിക്കാനൊന്നും പറ്റണില്ല. ജസ്റ്റ് ഇങ്ങനെ ആ ബീഫ് കറിയും ചോറും കൂടി എടുത്തിട്ട് കഴിച്ചു നോക്കാം. സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി കുറച്ച് തൈര് ആ ചോറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗ്രേവി ബീഫ് അത്യാവശ്യം ഒരു ഏവറേജാണ്. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ആ ചിക്കൻ 65 എന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ആ ബീഫിൻ്റെ ഗ്രേവിയും മോരൊക്കെ കൂടിയിട്ട് സംഭവം അടിപൊളിയാണ്. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ നല്ല ചൂടും അതുപോലെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇനി ആ ബീഫിൻ്റെ ഗ്രേവി എടുത്ത ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ആ ബീഫിൻ്റെ ഗ്രേവി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രേവി തന്നിരുന്നു. ബീഫിൻ്റെ ഒന്നല്ല, വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയാണ്. അത് ആ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കി. സംഭവം ബിലോ എവറേജ് ആയിരുന്നു. ജസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് മാത്രം, വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ കൂടി കുടിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.